ഹായ് ഫ്രണ്ട്സ്, ബോനി അനലിറ്റിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കെ നിയറസ്റ്റ് നെയ്ബർഹുഡ് ആണ്. ഈ കെ നിയറസ്റ്റ് നെയ്ബർഹുഡ് അൽഗോരിതം നമ്മൾ സൂപ്പർവൈസ്ഡ് ലേണിങ്ങിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഓക്കെ, നമ്മൾ മുന്നത്തെ മൊഡ്യൂളിൽ നമ്മൾ പഠിച്ചത് ലീനിയർ റിഗ്രഷനും ലോജിസ്റ്റിക് റിഗ്രഷനും എല്ലാം നമ്മൾ പോളിനോമിയൽ റിഗ്രഷന് എല്ലാം നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി നമ്മൾ വ്യത്യസ്തമായ കെ നിയറസ്റ്റ് നെയ്ബർഹുഡ്, പക്ഷെ നമ്മൾ ലോജിസ്റ്റിക് റിഗ്രഷൻ തന്നെ നമ്മൾ ഒരു കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇപ്പം രണ്ടിൽ കൂടുതലുള്ള ക്ലാസ് മൾട്ടി ക്ലാസ് പ്രോബ്ലം വരികയാണെങ്കിൽ നമ്മൾ ലീനിയർ റിഗ്രഷൻ യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ആപ്പിള്, ഓറഞ്ച്, ടൊമാറ്റോ ഇങ്ങനെയാണെങ്കിൽ ഈ മൂന്ന് ഇതിനെ നമ്മൾ ലീനിയർ ലോജിസ്റ്റിക് റിഗ്രഷൻ വെച്ചിട്ട് സിഗ്മോയിഡ് ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട് ഇങ്ങനത്തെ കേസ്. അപ്പോൾ അതെങ്ങനെയാന്ന് വെച്ചാൽ ആപ്പിൾ എന്നുള്ളത് ഒന്നാക്കി എടുത്തിട്ട് റിമൈനിങ് ബാക്കിയുള്ളതെല്ലാം നമ്മൾ സീറോ ആക്കിയിട്ട് എടുക്കും. പിന്നെ രണ്ടാമത്തേതിൽ ഓറഞ്ചിനെ ഒന്ന് ഒന്നാക്കി എടുത്തിട്ട് ബാക്കിയുള്ള ഫുള്ള് സീറോ ആക്കി എടുക്കും. പിന്നെ ടൊമാറ്റോനെ ഒന്നാക്കി എടുത്ത് ബാക്കി രണ്ടെണ്ണത്തിന് സീറോ ആക്കി എടുക്കും. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ എന്താക്കിയത്. എന്നിട്ട് അതിൻ്റെ ആവറേജ് കണ്ടുപിടിച്ചിട്ട് ഒക്കെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ ഇത് നമ്മൾ റിയൽ വേൾഡ് കേസിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 100 ക്ലാസിക്കൽ മൾട്ടി ക്ലാസ്സിൽ തന്നെ 100 ക്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഓരോന്ന് കണ്ടുപിടിക്കൽ എന്താണ് ഓരോന്ന് ചെയ്യൽ വെരി ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബെറ്റർ അൽഗോരിതമാണ് ഏത് കെ നിയറസ്റ്റ് നെയ്ബർഹുഡ്. ഓക്കെ, അപ്പോൾ നിയറസ്റ്റ് നെയ്ബർഹുഡ് എന്താണ് മനസ്സിലാക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ബിസിനസ് കേസ് നമ്മൾ നിയറസ്റ്റ് നെയ്ബർഹുഡിന് ഒരു ബ്ലിങ്കിറ്റ് എന്ന് പറഞ്ഞ ബ്ലിങ്കിറ്റ് എന്നുള്ള ബിസിനസ് കേസിൻ്റെ അണ്ടറിലാണ് നമ്മൾ ഇതെല്ലാം ചെയ്ത് നോക്കുന്നത്. ബ്ലിങ്കിറ്റ് ഇറ്റ് ഈസ് നിയർ ടു ഒപ്റ്റിമൽ നമ്പർ ഓഫ് ഡെലിവറി പാർട്ണർ ഫോർ ഈച്ച് സ്റ്റോർ. ഓക്കെ, ബ്ലിങ്കിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഈ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് സാധനം എത്തിച്ചെടുക്കുന്ന ഒരു ഡെലിവറി സ്റ്റോർ. ഓക്കെ, ഡെലിവറി സ്റ്റോറാണ്. ഇപ്പോൾ വലിയ നല്ല തിരക്കുള്ള ബാംഗ്ലൂർ, ഡൽഹി, ബോംബെ പോലത്തെ ഇതിലൊക്കെ പെട്ടെന്ന് 10 മിനിറ്റിനുള്ളിലോ ഒക്കെ വീട്ടിലേക്ക് സാധനം എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ടാസ്ക് പ്രോബ്ലമാണ്. ഓക്കെ, ബാംഗ്ലൂർ ട്രാഫിക്കൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അങ്ങനത്തെ സ്ഥലത്ത് എത്രയും പെട്ടെന്ന് ഇതിനെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലിങ്കിറ്റ് ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവർക്ക് വേണ്ടി ബ്ലിങ്കിറ്റ് നേരിട്ട് ഒപ്റ്റിമൽ നമ്പർ ഓഫ് ഡെലിവറി പാർട്ട്നേഴ്സിന് ഈച്ച് സ്റ്റോറിനും കണ്ടുപിടിക്കണം. ഓക്കെ, ആസ് എ ക്ലാസിഫൈഡ് സ്റ്റോർ ഇൻ ടു 3 ബേസ്ഡ് ഔട്ട് ഗോയിങ് ഡെലിവറി. ഓക്കെ, അവരെ മൊത്തം സ്റ്റോറിനെ എന്താക്കി ഒരു 3 ബേസ്ഡ് ക്ലാസ്, മൂന്ന് ഡെലിവറി ഔട്ട് ഗോയിങ്ങിന്റെ അടിസ്ഥാനത്തിൽ അവർ ക്ലാസ് ചെയ്ത് ഏതൊക്കെയാണ്. ഒന്നാമത്തത് ഇവര് ക്ലാസ് ചെയ്ത ഹൈ ട്രാഫിക് ഉള്ള ഏരിയ, രണ്ടാമത്തത് മോഡറേറ്റ് ട്രാഫിക്, മൂന്നാമത്തത് ലോ ട്രാഫിക് ഉള്ള ഏരിയ. ഇപ്പോൾ ഹൈ ട്രാഫിക് ഉള്ള ഏരിയയിൽ ഇവർക്ക് സ്റ്റോറിൽ ഏറ്റവും കൂടുതൽ ഡെലിവറി ഏജന്റ്മാരെ വേണ്ടി വരും. എന്നാൽ മോഡറേറ്റ് ആണെങ്കിൽ അതിനേക്കാൾ കുറച്ച് കുറവായിരിക്കും. ലോ ആണെങ്കിൽ വളരെ കുറച്ച് ഡെലിവറി ബോയ്സിനെ ആവശ്യമുണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് ഈ ബ്ലിങ്കിറ്റിന്റെ റിയൽ വേൾഡ് ഇതൊന്ന് നമുക്ക് നോക്കാം, ഡാറ്റ സെറ്റ്. അതിന് വേണ്ടി കൊളാബ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കൊളാബ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ബ്ലിങ്കിറ്റിന്റെ ഡാറ്റ സെറ്റ് കൊണ്ടുവരികയാണ്. അതിന് വേണ്ടി ആദ്യം ഞാൻ ആവശ്യമായ ലേബൽസിനെ ഇമ്പോർട്ട് ചെയ്യുക. അപ്പോൾ സാധാരണ ഇമ്പോർട്ട് ചെയ്യൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇമ്പോർട്ട് number as np and import pandas as pd.
ഓക്കെ, അത് ഇമ്പോർട്ട് ആയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ബ്ലിങ്കിറ്റിൻ്റെ ഡാറ്റ സെറ്റ് ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് ബ്ലിങ്കിറ്റിൻ്റെ ഡാറ്റ സെറ്റ്. ഓക്കെ, ഡാറ്റ സെറ്റ് ആവശ്യമുള്ളവർ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, പിന്നെ അതേപോലെ ഓക്കെ, അപ്പോൾ ഈ ഡാറ്റ ഇവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം ഈ ഡാറ്റ നമ്മൾ പാൻഡാസ് ഡാറ്റ ഫ്രെയിമിൻ്റെ അണ്ടറിലേക്ക് കൊണ്ടുവരലാണ് സാധാരണ ചെയ്യില്ല. ഞാൻ df is equal to pd dot read underscore csv ബ്രൗസർ ഓപ്പൺ ചെയ്ത് രണ്ട് ഇതിൻ്റെ സിംഗിൾ കോട്ട് ഡബിൾ കോട്ടിൻ്റെ ഉള്ളിൽ ഇതാണ് ഫയൽ നെയിം. ഈ ഫയൽ നെയിം ഞാനിവിടെ കോപ്പി ചെയ്തിട്ട് അതിലേക്ക് കൊടുക്കുന്നു. എല്ലാം അവിടെ ടൈപ്പ് ചെയ്താലും മതി. ഇതെല്ലാം നമ്മൾ മുന്നേ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ അത് സക്സസ്ഫുൾ ആയി റൺ ചെയ്തതിന് ഈ ഡാറ്റകൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡെഫ് ഡോട്ട് ഹെഡ് എടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഡാറ്റ നമുക്ക് കിട്ടി. ആദ്യത്തെ 5 ഡാറ്റബേസ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെയുണ്ട്? റീജിയൺ എന്നുള്ളതുണ്ട്. ഇതിൽ ഒന്നാമത്തത് നമ്മൾ റീജിയൺ ഉണ്ട്. റീജിയൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അതെല്ലാം വ്യത്യസ്തമായ റീജിയണിൽ ഇതിന് കൂടുതൽ സ്റ്റോറേജ് ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. ഓക്കെ, പിന്നെ ഫ്രഷ് എന്നുള്ള ഡാറ്റ ഉണ്ട്. ഫ്രഷ് ഐറ്റംസ്, മിൽക്ക് ഐറ്റംസ്, ഗ്രോസറി ഫ്രോസൺ ഐറ്റംസ്, ഡിറ്റർജൻറ്റ്, പേപ്പർ, ഡെലിക്കേഷൻ. ഓക്കെ, പിന്നെ പ്രധാനപ്പെട്ട ക്ലാസ്സുകളുണ്ട് ഇവിടെ. മെയിനായിട്ട് 3 ക്ലാസ്സുകളാണ്. 1, 2, 3 മൂന്നാണുള്ള ക്ലാസ്സുകൾ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ആ ഡാറ്റ സെറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഡാറ്റ സെറ്റ് ഉള്ളത്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ നമ്മളെ ക്ലാസ്സുകൾ എത്ര എണ്ണം ഉണ്ട്, ഏതൊക്കെ ക്ലാസ്, അതിൽ എത്ര കൗണ്ട്സ് ഉണ്ട് എന്ന് നമുക്ക് അറിയണം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ആദ്യം ഡാറ്റ ഡോട്ട് ഷേപ്പ് ഒന്ന് അടിക്കട്ടെ. df ഡോട്ട് ഷേപ്പ് നമ്മൾ സാധാരണ നോക്കുന്ന ഷേപ്പ് ഒന്ന് ഈ DFൻ്റെ ഷേപ്പ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, 440 റോസും 8 കോളംസാണ് ഉള്ളത്. ഓക്കെ, അത് മനസ്സിലായി. ഇനി എനിക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഈ ക്ലാസ്സാണ് നമ്മൾ ഔട്ട്പുട്ട്. ഞാൻ ഈ അനാലിസിൽ ഈ ക്ലാസ്സിനെ ഔട്ട്പുട്ടായിട്ട് എടുക്കുന്നത് y ആയിട്ട് എടുക്കുന്നു, ബാക്കിയുള്ള കോളംസ് ഇൻപുട്ടായിട്ട് എടുക്കുന്നു, അഥവാ x ആയിട്ട് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ക്ലാസ്സിൻ്റെ എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് ഞാൻ ക്ലാസ്സുകൾ ഓരോ ക്ലാസ്സും 1, 2, 3 എന്നുള്ള ക്ലാസ്സുകൾ എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് ഞാൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്താക്കുന്നത്, ഇതിനൊന്ന് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പഠിച്ച ഇമ്പോർട്ട് ലൈബ്രറി SNS. ഓക്കെ, ഇത് പിന്നെ അതേപോലെ തന്നെ ഇമ്പോർട്ട് മാറ്റ് പ്ലോട്ട് lib dot pyplot as plt. ഓക്കെ, ഇതിന് ശേഷം ഞാൻ ഇതിനെ എനിക്ക് ഓരോ ക്ലാസ്സും എത്ര നമ്പേഴ്സ് ഉണ്ടാകുമെന്ന് അറിയണം. അപ്പോൾ അതിന് SNS ഡോട്ട് ഹിസ്റ്റ്പോട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഈ ഹിസ്റ്റ്പോട്ട് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡാറ്റ അനാലിസിസ് യൂസിങ് പൈത്തൺ എന്നുള്ള ആ വീഡിയോസിൽ കണ്ടാൽ മതി. ഡാറ്റ വിഷ്വലൈസേഷൻ ഉണ്ട് കേട്ടോ അതിൽ. ഓക്കെ, ആ പ്ലേലിസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് കാണാം. ഓക്കെ, SNS ഡോട്ട് ഹിസ്റ്റ്പോട്ട് ഹിസ്റ്റ്പോട്ടിൽ ഹിസ്റ്റ്പോട്ട് എങ്ങനെ എഴുതില്ലെന്ന് വെച്ചാൽ ഡാറ്റ ഈക്വൽ ടു പറഞ്ഞു കൊടുക്കുക. ഡാറ്റ ഈക്വൽ ടു df ആണ്, കോമ എക്സ് എന്തായിട്ട് എടുക്കേണ്ടത്, എക്സ് ഈക്വൽ ടു ക്ലാസ്. ഓക്കെ, ദെൻ plt ഡോട്ട് ടൈറ്റിൽ എന്താ, ടൈറ്റിൽ കൊടുക്കുന്നത്
data distribution. Data distribution. Then plt dot then plt dot show plt show ഇതെല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ആ ഡാറ്റ അനാലിസിസ് പൈത്തൺ എന്നുള്ള പ്ലേലിസ്റ്റിൽ നോക്കിയാൽ മതി കേട്ടോ. അപ്പം നമുക്ക് ഇവിടെ ഒരു എറർ മോഡലും മാറ്റി പൈപ്ലോട്ട് ആസ് ആൻ ആട്രിബ്യൂട്ട് ടൈറ്റിലൊക്കെ ഓക്കെ 2 ടി വന്നിട്ടുണ്ടല്ലേ. ഇനി നോക്കാം. ഓക്കെ അപ്പോൾ സെറ്റായിട്ടുണ്ട്. 2 ടി സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നുകൊണ്ടാണ്. ലൈബ്രറി വിളിച്ചാൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു. ഓക്കെ ലൈബ്രറിയിലെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നുകൊണ്ടാണ് വന്നത്. ഓക്കെ ടൈറ്റിൽ അപ്പോൾ നമ്മൾ എഴുതി. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഈ ഒന്നാമത്തത് ഇവിടെ ഏകദേശം 75ൻ്റെ അടുത്താണുള്ളത്. രണ്ടാമത്തെ ക്ലാസ് 2 ആണ് ഏറ്റവും കൂടുതലുള്ളത്, 125ൻ്റെ അടുത്തുണ്ട്. ക്ലാസ് 3 ഏതായാലും 125 കുറവാണ്. അപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് ക്ലാസ് 2 ആണെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ ഇനി ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൽ ഇത്ര ക്ലാസ്സിന് ഞാൻ എക്സ് ആയിട്ട് ഇൻപുട്ട് എക്സ് ആയിട്ട് എടുക്കുന്നു, ഇത്ര കോളംസിന് ഈ ഒരൊറ്റ കോളംസിന് അഥവാ ക്ലാസ് എന്നുള്ള കോളംസിന് ഞാൻ വൈ ആയിട്ട് എടുക്കുന്നു. മനസ്സിലായില്ലേ? അപ്പൊ ഇനി ഞാൻ എക്സ് അതേപോലെ തന്നെ വൈനൊക്കെ ഞാൻ എന്താക്കണം, ടോട്ടൽ ഡാറ്റന്ന് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എഴുതണം. എക്സ് ഈക്വൽ ടു ഡി എഫ് ഓഫ് കോളംസ് അല്ലേ, അഥവാ മൾട്ടി കോളംസ്. ഓക്കെ 2 ഡയമെൻഷനുള്ള കോളംസ് ആയതുകൊണ്ട് 2 ബ്രാക്കറ്റ് ആയിട്ട് കൊടുത്തത്. എന്നിട്ട് കറസ്പോണ്ടിങ് ഇത് ഓരോന്ന് എഴുതി കൊടുക്കണം സ്പെല്ലിംഗ് തെറ്റാതെ. അങ്ങനെ ഒന്നാമത്തെ റീജിയൻ ഞാൻ ഇവിടുന്ന് അതേപോലെ എടുക്കുന്നു. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നാൽ കിട്ടൂല. ദെൻ നെക്സ്റ്റ് ഒരു ഡബിൾ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ പുറത്തായിട്ട് അടുത്തത് അതേപോലെ എഴുതണം. ഇത് സിംഗിളായിട്ട് ചെയ്താൽ ഞാൻ ഇങ്ങനെ ഓരോന്ന് കോമയിട്ട് ചെയ്താട്ടോ. നെക്സ്റ്റ് ഫ്രഷ്, മൂന്നാമത്തത് മിൽക്ക് ഗ്രോസറി, 3 മിൽക്ക്, 4 ഗ്രോസറി. ബാക്കി ഉള്ളത് ഇതുപോലെ എഴുതണം. ഞാനത് കോപ്പി പേസ്റ്റ് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. സമയം കുറേ ഡിലേ ആവും. നിങ്ങൾ ഓരോന്ന് എഴുതി നോക്കണം, എന്നാലേ ഇതെല്ലാം ഓർമ്മ ഉണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ എക്സ് വന്നിട്ടുണ്ട്. ഇവിടെ തെറ്റിയത്. ഓക്കെ ഇവിടെ ഒരു ഡബിൾ സ്ക്വയർ ബ്രാക്കറ്റ് പോയിട്ടുണ്ട്.
ഓക്കെ, ഞാൻ ഇതിൻ്റെ ഷാളോ കോപ്പി എടുക്കണം. കോപ്പി മിൽക്ക് കഴിഞ്ഞിട്ട് ഏതാ വരുന്നത്? ഗ്രോസറി. ഓക്കെ, ടെർമിനേറ്റ്. ഓക്കെ, ഇത് പ്രശ്നം വന്നത് എന്താ വെച്ചാൽ മിൽക്കിൻ്റെത് ടെർമിനേറ്റ് ചെയ്തിട്ടില്ല. ഇപ്പം ശരി. ഓക്കെ, അപ്പോൾ അത് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് വൈ വേണം. വൈ നമ്മുടെ വൈ മീൻസ് നമ്മൾ ഔട്ട്പുട്ട് വൈ ഈസ് ഈക്വൽ ടു ഡി എഫ് ഓഫ് സിംഗിൾ കൊടുത്താലും വൈ ആവും. പക്ഷെ സിംഗിൾ കൊടുക്കുമ്പോൾ നമ്മൾ നേരത്തെ എക്സ് കൊടുത്തത് മൾട്ടി 2 ഡയമെൻഷൻ. അപ്പോൾ ഇവിടെ സിംഗിൾ കൊടുത്താൽ സിംഗിൾ ഡയമെൻഷൻ ആവും. അപ്പോൾ എറർ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ എറർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഡബിൾ ഡയമെൻഷൻ ആണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 2 ഡയമെൻഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 2 സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഞാൻ എന്ത് കൊടുക്കുന്നു? ക്ലാസ്. സോറി, ക്ലാസ് സ്പെല്ലിങ്. ക്ലാസ് സ്പെല്ലിങ് മീൻസ് ക്യാപിറ്റൽ സി അല്ല, സ്മോൾ സി. ഓക്കെ, അപ്പോൾ അത് രണ്ടും ഓക്കെ ആയിട്ടുണ്ട്. ക്ലാസ് ഡോട്ട് കോപ്പി കൊടുക്കണേ. കോപ്പി എന്തിനാണ് കൊടുക്കുന്നത് വെച്ചാൽ നമ്മൾ ഒറിജിനൽ ഡാറ്റയ്ക്ക് പ്രശ്നം പറ്റാതിരിക്കാനാണ്. കോപ്പി കൊടുത്തു. ഓക്കെ, ഇപ്പൊ എക്സ് സ്മോൾ എക്സ് ആണ് കൊടുത്ത് ക്യാപിറ്റൽ എക്സ് എടുക്കുക. എക്സ് നമ്മൾ സാധാരണ കൺവെൻഷനിൽ എക്സ് എടുക്കുന്നതാണ് ക്യാപിറ്റലും, വൈ സ്മോളും ആണ് സാധാരണ കൊടുക്കല്. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് ഡാറ്റയും വൈ ഡാറ്റയും കിട്ടി. ഇനി ഈ എക്സ് ഡാറ്റയും വൈ ഡാറ്റയും ഒന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഇവിടെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതിനെ ഒന്ന് ഒരു ഫ്ലോട്ടിങ്ങിലേക്ക് വരക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ലൈബ്രറി ഇതാക്കുന്നുണ്ട്. ഫ്രം sklearn dot decomposition import പി സി എടുക്കുന്നത്. പി സി ടെക്നിക്കാണ് നമ്മൾ, അഥവാ ഇവിടെ ഈ പി സി നമ്മൾ എടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്കറിയാം ഇത് മൾട്ടി ഡയമെൻഷനിലാണ്. ഇതിനെ നമ്മൾ ഒന്നെങ്കിൽ 2 ഡയമെൻഷൻ അല്ല 3 ഡയമെൻഷൻ ഇതിൻ്റെ ഉള്ളിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പി സി എ ടെക്നിക്ക് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. ആണ് പി സി എ ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? കഴിഞ്ഞിട്ട് എന്താ നമ്മളെന്ത് കൊടുക്കുന്നത് വെച്ചാൽ ഇമ്പോർട്ട് matplotlib dot pyplot as plt. ഇനി നമുക്ക് ഇതിനെ എന്താക്കണം? ഒരു സ്കാറ്റർ പ്ലോട്ടിലേക്ക് വരക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു സ്കാറ്റർ പ്ലോട്ടിലേക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യമായിട്ട് എന്താ ഒരു ഫംഗ്ഷൻ ഇവിടെ കൊണ്ടുവരാം. ഓക്കെ, ഞാൻ ഇവിടെ കോപ്പി യൂസ് ചെയ്തിട്ടുണ്ട്.
ഓക്കെ, ഇതിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഡെഫ് എന്നുള്ള ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുക. എന്താണ് സ്കാറ്റർ, അതിൻ്റെ ഫംഗ്ഷൻ നെയിമാണ് ഇത്. ദെൻ എത്ര പാരാമീറ്റർ ഉണ്ട്? വിഷ്വൽ 1, വിഷ്വൽ 2, വൈ, ലേബൽ, ഇങ്ങനെ 3 പാരാമീറ്റേഴ്സ് ഉള്ളത്. എന്നിട്ട് സ്കാറ്റർ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മളിവിടെ മെൻഷൻ ചെയ്ത് കൊടുത്ത്, പിന്നെ PLT ലെജൻഡ് ഏതാണ്, അതിൻ്റെ കളർ ഏതാണ് എന്നൊക്കെ ഇവിടെ കൊടുത്ത് റൺ ചെയ്യാം. ഇനി നമ്മൾ ഈ PCA ഈ ലൈബ്രറി PCA ലൈബ്രറിയിലാണല്ലോ നമുക്ക് ഡയമെൻഷൻ മൾട്ടി ഡയമെൻഷനെ ചെറുതാക്കാൻ കഴിയുക. അപ്പോൾ അതിൻ്റെ ഉപയോഗമാണ് ജസ്റ്റ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. റെഡ്യൂസിങ് ഇത് അതെങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം. ഇനി നമുക്ക് ഇതിനെ റെഡ്യൂസ് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ PCA ഇവിടെ യൂസ് ചെയ്യാണ്. ഓക്കെ, PCA is equal to ക്യാപിറ്റൽ PCA ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, സ്മോൾ n കോമ്പണന്റ് അണ്ടർസ്കോർ കോമ്പണന്റ് ഈക്വൽ ടു 2, രണ്ട് 2 ഡയമെൻഷൻ 2 കൊടുത്തു. then visualize PCA dot fit transform ഓക്കെ, ഏതിനെ PCA ചെയ്യേണ്ടത്? എക്സ് എന്നുള്ള ഇതിനാണ് PCA ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതിന് ഈ മൾട്ടി ഡയമെൻഷനെ സിംഗിൾ ഡയമെൻഷൻ 2 ഡയമെൻഷൻ ആക്കിയിട്ട് വിഷ്വലൈസ് എന്നുള്ള ഈ വേരിയബിൾ സ്റ്റോർ ചെയ്യും. അതാണ് ഈ കോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ 2 ഡയമെൻഷനിലേക്കായി, പിന്നെ ഓൾറെഡി മറ്റേത് y എന്നുള്ളത് 2 ഡയമെൻഷനാണ്. ഇനി നമ്മൾ അതിനെ ഇത് കൊടുക്കും, വിഷ്വലൈസ് ചെയ്ത് സ്കാറ്റർ വിഷ്വലൈസ്. അഥവാ ഈ സ്കാറ്റർ വിഷ്വലൈസ് പറഞ്ഞാൽ ഈ ഒരു ഫംഗ്ഷന് ഞാൻ കോൾ ചെയ്തു, എന്നിട്ട് അതിലേക്ക് 3 പാരാമീറ്റർ കൊടുക്കണ്ടേ. അതിന് ഞാൻ കൊടുക്കാൻ പോവാണ് വിഷ്വലൈസ് സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് സ്റ്റാർട്ടിങ് 0, വിഷ്വലൈസ് ഒന്ന് y, ഒന്നാമത്തെ y ലേബൽ അല്ലേ, അതിന് y ലേബലിന് y അണ്ടർസ്കോർ വാല്യൂസ് കൊടുക്കും. വാല്യൂസ് അല്ലേ, അപ്പോൾ y values VLUE കറക്റ്റാണല്ലോ. y അണ്ടർസ്കോർ അല്ലല്ലേ, y ഡോട്ട്. ഓക്കെ, തെറ്റിയത്. വാല്യൂസ് വലിയ മിസ്റ്റേക്ക് ഈ പൈത്തൺ ഭയങ്കര പ്രോബ്ലമാണ് കേട്ടോ. അപ്പം നമ്മൾക്ക് ഇതാ മക്കളെ കിട്ടിയിട്ടുണ്ട്. ഡാറ്റകളെല്ലാം കൂടെ വിഷ്വലൈസ് ചെയ്തത്. അപ്പോൾ 3 ക്ലാസ് ഉണ്ടായിരുന്നു. ഇതൊരു ക്ലാസ്, ക്ലാസ് 2 ഗ്രീന്, പിന്നെ ഓറഞ്ച് യെല്ലോ ക്ലാസ് 3, ഈ ബ്രൗണ് ക്ലാസ് 1 ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ,
അപ്പോൾ ഇതിന് നമുക്ക് എന്ത് പറയാം, അതിന് ഒബ്സർവേഷൻ എന്താണ്, ഈ ഡാറ്റ മൾട്ടി ക്ലാസ് ആണ്, പക്ഷെ ഇത് ബാലൻസ് ആയിട്ടൊന്നുമില്ല, മറ്റേ നോൺ ബാലൻസ്ഡ് ഡാറ്റ ആണ്. ഓക്കെ, അപ്പോൾ ആൾസോ നമുക്ക് പറയാം ഇത് നോൺ ലീനിയർ നേച്ചറാണ്. ഓക്കെ, അപ്പോൾ ഇതേപോലത്തെ ഡാറ്റ 1 മില്യൺ ഉണ്ടെങ്കിൽ പോളിനോമിയൽ ലോജിസ്റ്റിക് ഇക്വേഷൻ റൈറ്റ് മോഡൽ ആവൂല. കാരണം ഇതിന് പോളിനോമിയൽ ഇക്വേഷനിൽ മൾട്ടി ക്ലാസ് വരുമ്പോൾ അതിന് ഒരുപാട് ട്യൂണിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് ലോട്ട്സ് ഓഫ് പാരാമീറ്റർ ട്യൂണിങ് നമ്മൾ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ നമ്മൾക്ക് എന്താക്കണം, പുതിയൊരു അൽഗോരിതം നോക്കേണ്ടി വരും. അപ്പോൾ ആ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് k-നിയറസ്റ്റ് അൽഗോരിതം. ഓക്കെ, അപ്പോൾ അത് എന്താണ് അതിൻ്റെ കണ്ടീഷൻ നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഓക്കെ, ഇനി എല്ലാവരും വളരെ ശ്രദ്ധിച്ചിരിക്കണം. k-നിയറസ്റ്റ് നെയ്ബർഹുഡിൻ്റെ ഇൻഡ്യൂഷൻ എന്താണ് അൽഗോരിതം എന്നുള്ളതിന് വളരെ വ്യക്തമായിട്ട് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ടൈപ്പ് ഡാറ്റാ സെറ്റുകൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഈ ഒരു കളറ് ഇത്ര ഏരിയ ഒരു ഒരു ടൈപ്പ് ഓഫ് ഡാറ്റ, ഇത് വേറെ ടൈപ്പ് ഓഫ് ഡാറ്റ, ഇത് വേറെ ടൈപ്പ് ഓഫ് ഡാറ്റ. ഓക്കെ, 3 ഡാറ്റകൾ, അഥവാ 3 വ്യത്യസ്തമായ ക്ലാസ്സിലുള്ള ഡാറ്റാസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ 3 നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 ടൈപ്പ് ഡാറ്റ സെറ്റുകളാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അതാ 3 ഫീച്ചേഴ്സ്, 1, 2, 3. ഇതിന് ക്ലാസിക്കൽ ക്ലാസ് 1, ഇത് 2, ഇത് 3. ഓക്കെ, അങ്ങനെ 3 ടൈപ്പ് ഡാറ്റ സെറ്റാണുള്ളത്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ k-നിയറസ്റ്റ് നെയ്ബർഹുഡ് പറയുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഇവിടെ ഒരു പുതിയ ഡാറ്റ സെറ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ആദ്യം ഇതല്ല. ഓക്കെ, അത് നമ്മൾ ഇവിടെ ഒരു ഡാറ്റ സെറ്റ് ഉണ്ടെങ്കിൽ ഈ ഡാറ്റ സെറ്റില്ലേ, അപ്പോൾ ഇത് ഏതിൻ്റെ ഈ ഡാറ്റ സെറ്റ് ഏതിൻ്റെ നെയ്ബർഹുഡ് ആണെന്ന് ചോദിച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് പറയാം. കാരണം ഇതിൻ്റെ അടുത്ത് ക്ലാസ് 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഡാറ്റ സെറ്റ് നെയ്ബർഹുഡ് ക്ലാസ് 1 ആണെന്ന് പറയാം. ഇവിടെ ആണെങ്കിലോ ക്ലാസ് 2 ആണ്, ഇനി ഇവിടെ ആണെങ്കിലോ ക്ലാസ് 3 ആണ്. ഓക്കെ, പക്ഷേ എപ്പോഴും നമുക്ക് ഇതേപോലെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഡാറ്റ സെറ്റിൻ്റെ നെയ്ബർഹുഡ് നമ്മളെ റിക്വയർഡ് പോയിന്റ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ കിട്ടുമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇവിടെ ആണെങ്കിലോ, അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇത് നെയ്ബർ ഇങ്ങോട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ വരും. ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് നെയ്ബർഹുഡ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്ലൈഡ് എടുത്തിട്ടുണ്ട്. ഈ സ്ലൈഡിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് കാണുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ എക്സാമ്പിളിലാണെങ്കിൽ ഇവിടുന്ന് ഇത് നമ്മളെ പോയിന്റ് എക്സ് എന്നുള്ളൊരു പോയിൻ്റാണ്, x1 എന്നുള്ള പോയിന്റ് വെക്കുക. ഇത് x2 എന്നുള്ളത്. അപ്പോൾ ഇതിന് ഇത് 2 ഡയമെൻഷൻ ആണെങ്കിൽ പ്ലെയിനിലാണെങ്കിൽ ഒരു എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ഉണ്ടാവും. ഇതേപോലെ ഇവിടെ എസ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ഉണ്ടാവും. അപ്പോൾ ഈ യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കാൻ അറിയാലോ. റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 minus y1 whole square. ഓക്കെ, അങ്ങനെ നമുക്ക് യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അപ്പോൾ അതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ്, യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മളെ പോയിന്റ് x2
2,5 അതിൻ്റെ ഡാറ്റ കണ്ടെയ്നർ 6 ഡാറ്റ പോയിന്റ് ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഈ SQ തമ്മിലുള്ള ഈ ബാക്കി 6 പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഫീച്ചർ വന്ന് ഇതിൻ്റെ ഈ x1ൻ്റെ ഇത് എത്രയാണ്, 3ഉം 6ഉം, മറ്റേ ഡാറ്റ പോയിന്റ് എത്ര, 2ഉം 5ഉം. അപ്പോൾ ഇത് നമ്മൾ x ആയിട്ട് എടുക്കും, ഇത് y ആയിട്ട് എടുക്കുക. ഓക്കെ, മീൻസ് S കോർഡിനേറ്റ് y കോർഡിനേറ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് ഏത് ക്ലാസ്സിലാണ് വരുന്നതെന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ ഡിസ്റ്റൻസ് ഇവിടെ കാണണം. അതാണ് ഇവിടെ കണ്ടത്. ഉദാഹരണത്തിൽ ഇതിന് 3 അല്ലേ, ഇത് നമ്മളെ ഫസ്റ്റ് F1 ഫീച്ചർ, ഇത് F2 ഫീച്ചർ. ഓക്കെ, അപ്പോൾ ഇതിൽ 3 മൈനസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് ഇത് പിന്നെ 6 മൈനസ് 5 ഹോൾ സ്ക്വയർ, ഇതിൻ്റെ റൂട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ എത്ര കിട്ടി, 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ, അതുപോലെ റൂട്ട് എന്ന് പറഞ്ഞാൽ 1.14 കിട്ടും. ഓക്കെ, അതാണ് ഇവിടെ കിട്ടിയത്, 1.41, റൂട്ടിൻ്റെ 1.41 ആണ് ഇത്. അതേപോലെ ഈ 6 4 ഇതേപോലെ ഈ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിച്ചാൽ നമുക്ക് ഈ 3 കിട്ടും. അടുത്തത് നെക്സ്റ്റ് നമുക്ക് 6.8 5 1.41, ഇതിൻ്റെത് 2 കിട്ടി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് കിട്ടാനുള്ളത്. ഇത്ര ഡാറ്റകൾ കിട്ടി. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ സോർട്ട് ദ ഡാറ്റ ബേസ്ഡ് ഓൺ ദ ഡിസ്റ്റൻസിന് അസെൻഡിങ് ഓർഡറിൽ നമ്മൾ ഇതിനെ സോർട്ട് ചെയ്യും, നമ്മൾ നേരത്തെ കിട്ടിയത്. അപ്പോൾ ഏറ്റവും കുറവുള്ളത് മുകളിൽ വരും. ഓക്കെ, പിന്നെ ഇതായിരുന്നു നമുക്ക് ഇങ്ങനെ ആദ്യം കിട്ടിയത്. ഇതിനെ സോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടും, ഏറ്റവും കുറവുള്ള ആദ്യം, പിന്നെ കൂടിയത് അസെൻഡിങ് ഓർഡറിൽ നമ്മൾ ഇതിനെ സോർട്ട് ചെയ്യും. നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ പിക്ക് 3 ഡാറ്റ പോയിന്റ് ഹാവിങ് എ മിനിമം ഡിസ്റ്റൻസ്, ആദ്യത്തെ 3 ഡാറ്റ പോയിന്റിനെ നമ്മൾ എടുക്കും. ഓക്കെ, മിനിമം ഡിസ്റ്റൻസിൽ സോർട്ട് ചെയ്തതിന് ശേഷമല്ലേ, എന്നിട്ട് മിനിമം ഡിസ്റ്റൻസ് ഫ്രം SQ. ഓക്കെ, അപ്പോൾ ഇതിൽ 1.41 ഇത് ക്ലാസ് 1ലാണ്. ഓക്കെ, 1.41 ഇത് 2ലാണ്. ഇതാണെങ്കിലോ 2 എന്നുള്ളത് നിയറസ്റ്റ് പോയിന്റ് 2 എന്നുള്ള ക്ലാസ്സിലേക്കാണ്. ഓക്കെ, അപ്പം 3 ഇതിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മെജോറിറ്റി ക്ലാസ് ഇതിലാണ് വന്നത് നോക്കും. അപ്പോൾ ഈ 3 മെജോറിറ്റി ക്ലാസ് വന്നത് 2ആണ്. അപ്പം SQ ബിലോങ് ടു ക്ലാസ് 2 എന്ന് നമ്മൾ കൺസിഡർ ചെയ്യും. അതാണ് ഇതിൻ്റെ സ്റ്റെപ്പ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വേറൊരു ഡൗട്ട് നിങ്ങൾക്ക് ഡൗട്ട് വരും, അപ്പോൾ ഇത് 3 തന്നെ എടുക്കണമെന്ന് നിർബന്ധമുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് 2 എടുത്തൂടെ, 2 എടുത്തു കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ സോർട്ട് ചെയ്ത് 2 എടുക്കുകയാണെങ്കിൽ ഇവിടെ ക്ലാസ്സും ഇത് രണ്ടും ഓരോന്നോരോന്നേ വരുള്ളൂ. അപ്പോൾ ഈക്വലൈസ് വന്നു, അപ്പോൾ നമുക്ക് മെജോറിറ്റി ക്ലാസ് എടുക്കാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 3 എടുത്തത്. അപ്പോൾ അതിൽ കോമൺ ആയിട്ട് ഏതെങ്കിലും ഒന്ന് മെജോറിറ്റി ക്ലാസ് ഉണ്ടാവും, അത് മെജോറിറ്റി ക്ലാസ് ഏതാ വന്നത് എടുക്കാം. ഇനി ഒറ്റ സംഖ്യ ആയിട്ട് എടുക്കുക, 2 4 6 ഒന്നും എടുക്കാത്ത പകരം 3 കഴിഞ്ഞിട്ട് പിന്നെ 5 എടുക്കുക. ഓക്കെ, അപ്പോൾ പിന്നെ 7 എടുക്കുക. നമ്മൾ 5 എടുക്കണമെങ്കിൽ 2 ക്ലാസ് 1 കിട്ടി, 2 ക്ലാസ് 2 കിട്ടി, പിന്നെ 1 3 കിട്ടി. ഇങ്ങനെ വന്നാൽ രണ്ടെണ്ണം ഒരേപോലത്തെ വന്നില്ലേ. അപ്പോൾ നമ്മൾ ഏതെടുക്കും, അത് നമ്മളെ ഇഷ്ടം. ഏത് നമുക്ക് റാൻഡമായിട്ട് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. ഒന്നെങ്കിലും 1 എടുക്കുക മെജോറിറ്റി ക്ലാസ് ആയിട്ട്, അല്ലെങ്കിൽ 2 എടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ നിയമങ്ങൾ. അപ്പോൾ ഇതിനെ റിമെമ്പർ പോയിന്റ് ആണ് ക്യാൻ നോട്ട് എ പാരാമെട്രിക് അൽഗോരിതം. അത് പറഞ്ഞാൽ നമ്മൾ ലോജിസ്റ്റിക് ലീനിയർ ഇക്വേഷൻ പഠിച്ചപ്പോൾ W1, W2, W3 അങ്ങനെ കുറേ പാരാമീറ്റർ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ സംഭവം ഇതിലില്ല. ഇത് ക്ലാസ് ആയിട്ടാണ് തരംതിരിക്കുന്നത്. അതുകൊണ്ട് ഇത് നോൺ പാരാമെട്രിക് അൽഗോരിതം ആണെന്ന് പറയാം. Can predict the class test data on the basis of നെയ്ബർഹുഡിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, അപ്പോൾ ഇത് സിമ്പിളായിട്ട് നമ്മൾ റിയലിസ്റ്റിക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളെ വീട് ഇവിടെ നിൽക്കുന്നത്. ഓക്കെ,
പിന്നെ നമ്മൾ അയൽവാസിൻ്റെ വീടുണ്ട് ഇവിടെ, 2-3 അയൽവാസി ഉണ്ടെന്ന് വെച്ചോളൂ. ഇവിടെ ഒരാള്. അപ്പോൾ ഈ 3 അയൽവാസികൾ, ഈ അയൽവാസി ഇയാളെ വീട് വിറ്റ് എത്രക്ക് ഒരു 35 ലക്ഷത്തിന് വിറ്റ്. ഓക്കെ. അപ്പോൾ ഇത് റീസെൻ്റ് ആയിട്ട് വിട്ടതാണ്. ഒരു 10 ദിവസമായിട്ടുള്ള വിട്ടിട്ട്. അപ്പോൾ പിന്നെ ഒരു 20 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് വീട് വെക്കേണ്ട ആവശ്യം വന്നു. ഓക്കെ. അപ്പോൾ ഈ നമ്മൾ എങ്ങനെ പ്രൈസ് പറയാം? ഒരേപോലത്തെ വീടാണെങ്കിൽ 3.5 പോലത്തെ വീടാണെന്ന് വിചാരിച്ചോളൂ. പ്രൈസ് അറിയില്ല. നമ്മളെ അയൽവാസി 35-ന് വിട്ടേ. അപ്പോൾ എനിക്കൊരു ഒന്നെങ്കിൽ 36 ലക്ഷം റുപ്യെങ്കിലും കിട്ടണം എനിക്ക്. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ആ രീതിയിൽ ആണ് ഈ അതേപോലെ തന്നെയാണ് നിയറസ്റ്റ് നെയ്ബർഹുഡ് അൽഗോരിതം വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ അടുത്തുള്ള ആളെ കണ്ടുപിടിച്ചിട്ട് ഏതാണോ മെജോറിറ്റി ക്ലാസ് വരുന്നത് അസെൻഡിങ് ഓർഡറിലാക്കിയതിന് ശേഷം മെജോറിറ്റി ക്ലാസ് വരുന്ന ആ ക്ലാസ്സിനെ എന്തായിട്ട് എടുക്കും, നമ്മളെ പോയിന്റ് ബിലോങ്സ് ടു ദാറ്റ് ക്ലാസ് എന്ന് പറയും. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. വാട്ടർ 4 പേരാണെങ്കിൽ ഉദാഹരണത്തിന് ഇവിടെ 1, 1, 2 ഇതും 2 അപ്പോൾ ഈക്വലൈസ് വരുന്നത്. ഓക്കെ, മേക്ക് എ പ്രഡിക്ഷൻ. ഇങ്ങനെ ഈക്വലായിട്ട് 2 ക്ലാസ് ഒന്നും ടൈ വന്നാൽ നമുക്ക് പ്രഡിക്ഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ആൾവേസ് ഓഡ് വാല്യൂ എടുക്കും. ഓക്കെ, വാട്ട് ഹാപ്പൻ 5 നമ്മൾ പറഞ്ഞു. ഇപ്പോൾ 5-ൽ ഇവിടെ 2 ക്ലാസ് നേരത്തെ പറഞ്ഞു, ഇവിടെ 1, 2 ഓരോ ഈക്വൽ വന്നു, 3 വന്നു. അപ്പോൾ ഇങ്ങനെ വന്നാൽ ഈവൻ കീപ്പ് വാല്യൂ ഓഡ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഹാക്ക് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ റാൻഡംലി പിക്ക് ക്ലാസ് ലേബൽ ടൈ ക്ലാസ്. രണ്ടും ഏതെങ്കിലും ഒന്ന് നമ്മൾ ഇഷ്ടംപോലെ ഒന്നെങ്കിൽ ഒന്നെടുക്കുക അല്ലെങ്കിൽ 2 എടുക്കുക, അത്ര. അപ്പോൾ അത്രയാണ് നിയറസ്റ്റ് നെയ്ബർഹുഡിൻ്റെ ഇൻഡ്യൂഷൻ നമുക്ക് പറയാനുള്ളത്. ഇനി ഇതിൻ്റെ കോഡിങ് സൈഡ് ഉണ്ട്, അത് നമുക്ക് പുതിയ വീഡിയോയിലേക്ക് പറയാം. അപ്പോൾ ഇതിൻ്റെ മെഷീൻ ലേണിങ്ങിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാനും ഇതിൻ്റെ കറസ്പോണ്ടിങ് ഡോക്യുമെൻ്റ് ഡാറ്റാ സെറ്റുകളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ നമ്മളെ മെഷീൻ ലേണിംഗ് ഒരു ഗ്രൂപ്പ്, വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.